ഹലോ, ഗുട്ടൻ ടാഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ വരെ ഇവിടെ നല്ല മഴയായിരുന്നു, അതായത് ഒരാഴ്ചയായിട്ട്. ഇപ്പം ജൂൺ ആയില്ലേ, ജൂൺ എൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഈ സമയത്താണ് ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ സമ്മർ ടൈമാണ്. പക്ഷെ നമ്മളെ സമ്മർ ചതിച്ച് മഴയും ചീഞ്ഞ കാലാവസ്ഥയും തണുപ്പും മൂടലും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഇന്നലത്തെ വരെ മഴേനൊക്കെ ഒതുക്കിയിട്ടൊരു വെയിലും അതുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് ഞായറാഴ്ച വൈകുന്നേരമാണ് അത് അപ്ലോഡ് ചെയ്തിട്ടോ. അതുകൊണ്ടാണ് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു 7,000 എബോവ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ കാണുന്ന വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരിലോട്ടും എത്തുന്നില്ല. കാരണം നിങ്ങൾ ഓൾ ബട്ടൺ പ്രസ് ചെയ്താലേ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കിട്ടുള്ളൂ. സോ വീഡിയോസ് മിസ് ചെയ്യാതെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ നിങ്ങളുടെ പറയണം. ഒരു ഹായ് എങ്കിലും ആയിരിക്കണം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഒരു ഹായ് ഒക്കെ കാണുമ്പോൾ. ഓക്കെ, കഴിഞ്ഞ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വീട് നോക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്റ്റുഡൻസ് ഹോസ്റ്റലാണ്. നമുക്ക് ഹൗസ് ബിൽഡിംഗ് തുടങ്ങി എൻഡിൽ വരെയാണ് ഈ ഫെർത്തറാക്ക്, അതായത് ഇവിടുത്തെ വോണിങ്ങിൻ്റെ അല്ലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളത്. നമുക്കത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറയണം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കൊരു കോൾ വരുന്നുണ്ട്, കട്ട് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ ഞാൻ എൻ്റെ ഫെർത്തറാക്ക് നീട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും വേറെ വീട് എടുക്കണം. എൻ്റെ ഹൗസ് ബിൽഡിംഗ് തീരുന്ന ഓഗസ്റ്റിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് നീട്ടാമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഇപ്പം ഇവിടുന്ന് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വന്ന സമയത്ത് ഇവിടെ 2 പേരുണ്ടായിരുന്നുള്ളൂ, 2-3 പേരൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഫ്ലോറിൽ. അപ്പം നമുക്ക് കിച്ചണൊക്കെ ഒരു കോമൺ കിച്ചണാണ്. അതിനകത്ത് ചെറിയ 2 അടുപ്പും കാര്യങ്ങളുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ കോമൺ ആണ്. ഇപ്പം ഞങ്ങളിവിടെ 8 റൂമിൽ 8 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷാണ്. കിച്ചണിൽ കയറിയാലും നമ്മളെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയം ഓരോപോലെയാണ്. കുറച്ച് പേർക്ക് മോർണിംഗ് ആണെങ്കിൽ കുറച്ച് പേർക്ക് ഈവനിങ് ആയിരിക്കും. എന്നാലും ഒരു 2-3 പേരെങ്കിലും ഇങ്ങനെ ലൈനായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എന്തായാലും ഇവിടുന്ന് മാറണം എന്നാണ്. ഞാൻ ഈ 3 വർഷം ഇവിടെ താമസിച്ചിട്ട് ശരിക്കും മടുത്തു. എനിക്ക് എന്തായാലും ഇവിടുന്ന് മാറണം. ഇനി എന്തായാലും സെപ്റ്റംബർ മുതൽ എക്സാം എല്ലാം പാസ്സായി ദൈവാനുഗ്രഹത്താൽ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ജോലിക്ക് കയറും. എനിക്ക് എക്സാമിന് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഇത്രയും നാളത്തെ എക്സാം പോലെയൊന്നുമല്ല. ഈ 3 വർഷം പഠിച്ച കംപ്ലീറ്റ് തിയറി ഉണ്ട്, പ്രാക്ടിക്കലും എന്താ പറയുക ഫുൾ ആപ്ലിക്കേഷൻ മോഡലാണ്. ശരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾക്കും പോയിന്റ്സ് വൈസ് ഒക്കെയാണ് മാർക്ക് കിട്ടുന്നത്. എനിക്ക് എങ്ങനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇച്ചിരി ടഫാണ് ഒന്ന് പാസ്സാകാൻ വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ എക്സാം എല്ലാം പാസ്സായി എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ എനിക്ക് സെപ്റ്റംബറിൽ വീട് മാറണമെന്നുണ്ട്. ഞാൻ 1 വർഷം മുമ്പ് വീട് അന്വേഷിച്ച് തുടങ്ങിയിട്ട് എന്താ പറയുക കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പല സ്ഥലത്തും നമ്മുടെ അപ്പാർട്ട്മെൻറ്റൊക്കെ മീറ്റേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുന്ന ഓഫീസുകളുണ്ട് ഇവിടെ, കുറേ ഏജൻസീസ്. അവരുടെ പല സ്ഥലത്ത് പോയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കൊളീഗ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര ക്വാഡ്രാമീറ്റർ വേണം, ഇത്ര വലുപ്പത്തിൽ വേണം. വലുപ്പമുണ്ട് ഇവിടെ, നമ്മൾ എത്ര പേരാണ് താമസിക്കുന്നത് അനുസരിച്ച് വലുപ്പമുണ്ട്, അതിനനുസരിച്ച് കിട്ടണം. പിന്നെ നമുക്ക് സൗകര്യങ്ങൾ വെക്കണം. എനിക്ക് ജോലിക്ക് പോകാനായിട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്തായാലും ഞാൻ കീപ്പ് ഓൺ ട്രൈങ് പറഞ്ഞ പോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കാം. എന്നാലും ഇവിടെ ഒരു വീട് കിട്ടാനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളൊരു വീട് പോയി കണ്ടിട്ട്, നമ്മൾ നാട്ടിലൊക്കെയാണെങ്കിൽ കണ്ടിട്ട് അന്നേരം ഓക്കെ ഇഷ്ടപ്പെട്ടു എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ എഗ്രിമെൻറ്റ് വെക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കണ്ട് അവരോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരാമെന്ന് പറയും. എന്നിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം, എപ്പോൾ കിട്ടും, ഓക്കെ ആയോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചടപ്പുള്ള പണിയാട്ടോ. നമ്മൾ ആഗ്രഹിച്ചിരിക്കുക വീട് കിട്ടുമെന്ന്, പക്ഷേ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നല്ല ഒരു സ്ട്രെസ്സായിട്ട് തോന്നാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെയാണ്, നമുക്ക് നല്ല ജോലി കിട്ടും, ജീവിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഈസി അല്ല, ആക്സസിബിൾ അല്ല ഇവിടെ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറയാതെയും നിങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നത് ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ്. എന്താണ്
ഇന്ന് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ലിഡിലിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കുറച്ച് ഹൗസ് ഹോൾഡ് തിങ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വീട് മാറാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ കാണുന്ന കാര്യങ്ങൾ ഓഫറിലുള്ളത് അപ്പോഴും ഇപ്പോഴായിട്ട് പോയിട്ട് ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ലിഡിൽ പോയിട്ട് അതൊന്ന് നോക്കണം. പിന്നെ വേറെ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ എക്സാം ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവും. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഫ്രീ ആവും. കുറേ കൂടെ ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറുമല്ലോ, വീടും മാറും. അപ്പോൾ നമുക്ക് എല്ലാം പിന്നെ വീണ്ടും നന്നായി പുതുക്കി ഓക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എപ്പോഴും പ്രതീക്ഷയാണല്ലോ മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഞാനും പ്രതീക്ഷിക്കുന്നു എല്ലാം ഓക്കെ ആവും, വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നത്തെയും പോലെ ജമ്മൻസിൻ്റെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റായ ബ്രെഡാണ് ഞാനും കഴിക്കുന്നത് കേട്ടോ. നമുക്കല്ലാതെ നാട്ടിലെ പോലത്തെ ഇഡ്ഡലിയോ ദോശയോ അപ്പോ പുട്ടൊന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള നിവൃത്തിയില്ല കേട്ടോ. രാവിലെ നടക്കില്ല നമുക്ക് ജോലിക്ക് പോകുമ്പം. അതുകൊണ്ട് ഇതൊരു യൂസ്ഡായ ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് അപ്പോ പുട്ടോ ഇഡ്ഡലിയൊക്കെ ആയിട്ട് മാറി മാറി കഴിക്കാം. സോ അപ്പം ഞാൻ ഇന്ന് എന്നിട്ട് നമ്മുടെ അവക്കാഡോയും കുറച്ച് വെജിറ്റബിൾ സവോളയും പിന്നെ തക്കാളിയും പിന്നെ കുറച്ച് ചീസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് മിക്സിങ് ഉണ്ടാക്കിയിട്ട് ബ്രെഡിൽ നമ്മൾ തേച്ചിട്ട് ഷ്മീറൻ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. ബ്രെഡ് ഷ്മീർ എന്നാണ്. ഇതുപോലെ ബ്രെഡിൽ നമ്മൾ എന്തെങ്കിലും ബട്ടറോ മർമലാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ചില സമയത്ത് എനിക്ക് കിട്ടത്തില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാമാണ്, ഫ്രൂട്ട് ജാമാണ് മർമലാഡയ്ക്ക് പറയുന്നത്. പിന്നെ ഒരു പകുതി അവക്കാഡോ നല്ല വൃത്തിയിൽ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. €1 ഇവിടെ ഒരു അവക്കാഡോൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം €100. അപ്പോൾ അങ്ങനെ കളയാൻ പാടില്ലല്ലോ. പിന്നെ എൻ്റെ കൂടുതൽ നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്. സാധാരണ ഞാൻ നാരങ്ങേൻ്റെ ഇച്ചിരി ഒലിവോലും ചേർക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ചീസിനൊരു ചെറിയ പുളി ഉള്ളതുകൊണ്ട് നമ്മൾ അതും ഒഴിവാക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമുണ്ട് മിക്സ് ചെയ്ത്. പിന്നെ എന്താ പറയുക, മറന്നുപോയി, ഒരു എഗ്ഗും ഉണ്ട് കേട്ടോ, പ്രോട്ടീൻ. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആണ്. കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ഈ ഇടയായിട്ട് BP കുറവാണ്, ഷുഗർ കുറവാണ്, ഈ പറയുന്ന ബ്ലഡ് കുറവാണ്, ഹീമോഗ്ലോബിൻ കുറവാണ്. അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നമുക്ക് 2 ആഴ്ച കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ഉണ്ട്, അതായത് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 ആഴ്ച വീക്കെൻഡുകൾ അടക്കം ചെയ്തു വരുമ്പോഴത്തേനും ഒരു 6-7 ദിവസം കഴിയുമ്പോഴത്തേനും ടയേർഡാവും. പിന്നെ ഒരു അസുഖത്തിൻ്റെ ഫീലിംഗ് ആണ്, പനിയോ തലവേദനയോ മേലുവേദനയോ ആ ഒരു ഫീലാണ് എനിക്ക്. എന്നിട്ട് കുറേ നാളായിട്ട് ഇത് തന്നെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ബ്ലഡ് കുറവാണ്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറവാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കോൺഷ്യസ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അറിയാം, നല്ല മല പോലെ ഇരിക്കുന്നല്ലേ. ഓക്കെ, എന്തായാലും ഇത് ഒരുപാടൊന്നുമില്ല കേട്ടോ, അത്രയും വലുപ്പമായിട്ട് ഈ ക്യാമറ തോന്നുന്നതാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എന്തായാലും ഞാൻ ആസ്വദിച്ചാണ് കഴിക്കുന്നത്, നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. സോ ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഫുൾ ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് റിവ്യൂ ഒന്നുമല്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് എൻ്റെ മിക്സി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കേടായി കഴിഞ്ഞപ്പം സ്മൂത്തിയും എന്തെങ്കിലുമൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്, നമ്മുടെ മീഡിയം മാർക്കിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഓഫറിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ഓഫറിലുണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മിക്സിയൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകി വെക്കൂലേ, അതിന് പിന്നെ റീയൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പറയാം അതിനകത്ത് എന്തോരം വീണ്ടും അഴുക്ക് അടിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് മുന്നേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു ക്യാരറ്റും പിന്നെ നമ്മുടെ തണ്ണിമത്തൻ വാട്ടർമെലോൺ അതിൻ്റെ ഞങ്ങൾ ജ്യൂസാണ് കുടിച്ചത് കേട്ടോ. ജർമ്മനിലോട്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെ വിചാരങ്ങളായിരുന്നു അറിയാം, ഭയങ്കര സ്വപ്നങ്ങളും കാര്യങ്ങളായിരുന്നു, എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴായിരുന്നു പഠിക്കണം, ബുദ്ധിമുട്ടാണ്, കഷ്ടമാണ്, പുതിയ ലാംഗ്വേജാണ്, അതൊക്കെ അറിയാം. പക്ഷേ ലൈഫിനെ പറ്റി ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ വന്നപ്പോൾ മാറിക്കിട്ടി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഡിപ്രഷൻ്റെ പല സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകും. പിന്നെ ഈ പാൻസിൽ ലിഡിലിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ, നല്ല കോട്ടൺ പാൻറ്റാണ്. പിന്നെ ടോപ്സൊക്കെ നമ്മൾ പ്രീമാർക്കിൽ നിന്നും അതുപോലെ ന്യൂയോർക്കറിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ. നല്ല കോട്ടൺ പാൻറ്റാണ്, നല്ല ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി. നമ്മൾ ആദ്യം ഷോപ്പ് ചെയ്യാൻ പോകുന്നത് മിള്ളറിലാണ് കേട്ടോ. എനിക്ക് മിള്ളറിൽ പോയിട്ട് എന്താ പറയുക, ഫേസ് വാഷും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിഡിൽ പോവാം. ഞാനിപ്പോൾ ലോറിയൽ പാരീസിൻ്റെ റൈനിങ് ഷൗമ അല്ലെങ്കിൽ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ.
പിന്നെ അല്ലാതെ കുറച്ച് സ്റ്റേഷനറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുപയർ, പിന്നെ കടലില്ല, ചിപ്പി, അതൊക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് മാക്സ് ഫാക്ടറിൻ്റെ ലിപ്സ്റ്റിക്കും ഹൈലൈറ്ററും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കേട്ടോ. അപ്പം ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്തേക്കാന്ന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത് ഫോട്ടോ എടുക്കാനാണ്. എനിക്ക് എൻ്റെ ഹൗസ് ബിൽഡിംഗ് തീരുന്നതോടുകൂടി, അതായത് ഓഗസ്റ്റ് 31 എൻ്റെ വിസ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സെപ്റ്റംബർ മുതൽ, അതായത് ഈ വരുന്ന സെപ്റ്റംബർ മുതൽ എനിക്ക് വിസ പുതുക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി എൻ്റെ ജോബ് കോൺട്രാക്ടറാണ്. ജോബ് കോൺട്രാക്റ്റും പിന്നെ ഒരു €100 എന്ന് തോന്നുന്നു, അതും പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് പോകണം. അപ്പോൾ നിങ്ങളുടെ അറിവിലോട്ടായിട്ട് ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെയാണോന്ന് അറിയില്ല, എനിക്ക് 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് €2000 ചാർജ് ആയത്. സോ അതുകൊണ്ട് നിങ്ങൾ വരുന്നവർ, പഠിക്കാനോ ജോലിക്കായിട്ട് വരുന്നവരുണ്ടെങ്കിൽ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരിക. നമുക്ക് വിസ പുതുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആവശ്യം വരുന്നതാണ്. കണ്ടില്ല, നല്ല തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കൂടിയിട്ട് ചീഞ്ഞ മഴയും ഒരു കാലാവസ്ഥയായിട്ട് മൂടി മങ്ങി കാറ്റൊക്കെ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു വെയിൽ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷന് വരാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങ് തളർത്തി ഇരുത്തി ഡിപ്രഷൻ അടിച്ച് മടിച്ച് കളയും. ഓക്കെ, സോ അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് ഹെൽത്തി സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഴിക്കത്തൊന്നുമില്ല. ചില സമയം എനിക്കങ്ങോട്ടൊരു പെട്ടെന്നൊരു ബോധം വരും ഹെൽത്തി ആവണമെന്ന്. അപ്പം ഇതൊക്കെ ചാടിക്കയറി വാങ്ങിക്കും, കുറച്ചൊക്കെ കഴിക്കും, പിന്നെ കുറച്ചൊക്കെ ഇരുന്ന് പോകും. എന്നാലും ഞാൻ ശ്രമിക്കും ഇനി കുറച്ചങ്ങോട്ട് നന്നായിട്ട്. അപ്പോൾ വന്നപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ കൊട്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വന്ന സാധനങ്ങളൊക്കെ വേണ്ടേ അന്നേരം തന്നെ ഔട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം മുഴുവൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോയി നോക്കാം നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ വല്ലതും കിട്ടും എന്നുള്ളത്. ഇപ്പോൾ സമ്മറിലെ ചെരുപ്പുകളൊക്കെ വന്നത് ഈ ലിഡിൽ അല്ലെങ്കിൽ ആൽഡി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാർക്കറ്റുകളാണ്. ഇവിടെ നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് ഡ്രസ്സ് വരും, ചെരുപ്പ് വരും, അതുപോലെ ഹൗസ് ഹോൾഡ് തിങ്സ് വരും, എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇലക്ട്രോണിക് ഐറ്റംസ് വരെ കിട്ടും കേട്ടോ. പറഞ്ഞു തുടങ്ങിയ തീരില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും ഒരുവിധം. സോ ഇതുപോലത്തെ ഒരു ഹോസയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, അതായത് ഹോസ് എന്ന് പറഞ്ഞാൽ പാൻറ്റ്. ഓക്കെ, ഇത് കോട്ടൺ ആണ്. അപ്പോൾ എനിക്ക് ബ്ലാക്കിൽ കുറച്ച് പോക്കറ്റൊക്കെ വരുന്ന ടൈപ്പാണ് ഇഷ്ടം. അത് നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ എൻ്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല, അതെടുത്തില്ല കേട്ടോ. ശരിക്കും പിന്നെ ആ ഹോസയ്ക്ക് കോട്ടൻ്റെയാണ്, ഒരു €800 ഉള്ളിലേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റംസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്തത് എന്താ പറയുക, കട്ടിംഗ് ബോർഡാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, അതപ്പം മേടിച്ചത് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പല പരസ്യത്തിൽ നമ്മൾ കണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്ത് നമ്മൾ വയറ്റിലോട്ട് ആക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ചോപ്പർ മേടിച്ചു കേട്ടോ. ചോപ്പർ നല്ല കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചു മരത്തിൻ്റെ. ഓക്കെ, പിന്നെ ഇതൊക്കെ ജ്യൂസിൻ്റെ ജാറുകളാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, എനിക്കൊരു വീട് മാറിക്കഴിയുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ പതുക്കെ ജോലിയൊക്കെ കിട്ടി തുടങ്ങുമല്ലോ, ജോലിയൊക്കെ ചെയ്ത് തുടങ്ങും സെപ്റ്റംബറിൽ പറഞ്ഞ പോലെ. അങ്ങനെ എല്ലാം ഓക്കെ ആവണമെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നോ പ്രത്യേകം വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സമ്മറിലൊക്കെ നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളൂ കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ വന്നിട്ട് എന്താ പറയുക, ലിഡിലൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല മുമ്പൊന്നും. ഇതുപോലെ മത്തി ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിൽ വിടുന്നത് കേട്ടോ. അപ്പം കുറേ ആയിട്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മീൻ കേട്ടോ. അപ്പം ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ തന്നെ കിട്ടും. ബീഫിൽ റിൻഡ് ഫ്ലൈഷ് ആയിട്ട് വരുന്നത് പല ഇതാണ് കേട്ടോ. അത് എല്ലാത്തിനൊന്നും ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മീൻ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പം ലിഡിൽ പോയപ്പോൾ ഞാൻ മീൻ എന്തായാലും നല്ലതാണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണോ അല്ലേന്ന് അറിയില്ല, എന്തായാലും ഞാൻ മേടിച്ചു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇനി എനിക്ക് വൈകുന്നേരത്തെ ഡിന്നർ കുക്ക് ചെയ്യണം. കുറച്ച് നേരത്തെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പം തലേദിവസം തന്നെ ഞാൻ നമ്മുടെ ചിക്പിയും അതുപോലെ ഇവിടെ ലിൻസ് എന്ന് പറയുന്ന തൊലിയോട് കൂടിയിട്ടുള്ള പരിപ്പും കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നുകൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അത് രാവിലെ ഞാനിങ്ങനെ അരച്ച് വെച്ചു കേട്ടോ. അരച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുപ്പിയിലോട്ട് എന്താ ആക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചമ്മന്തി അരയ്ക്കാൻ നോക്കുകയാണ്. എൻ്റെ ഒരു സ്മൂത്തി ബ്ലെൻഡറാണ് ആയിരിക്കുന്നത് കേട്ടോ. കുപ്പിയാണ് അതിൻ്റെ ഇത് വരുന്നത്, പിന്നെ മറ്റേ ബ്ലേഡും ഇരിക്കുന്ന സംഭവം. ഓക്കെ, അതിനകത്തോട്ട് ഞാൻ ആദ്യം എല്ലാം കൂടെ കുത്തി നിറച്ച് ഒരുമിച്ച് പണി തീർക്കലെന്ന് വെച്ചാൽ ചെറുതല്ലേ,
എൻ്റെ വലിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ട് എനിക്ക് യൂസ് ചെയ്യാനുള്ള മടി കൊണ്ട് എന്ത് ചെയ്തു, ഇതിനകത്ത് ഞാൻ വെക്കുകയാണ്. കാരണം നമ്മുടെ റൂമിൽ നിന്ന് ഇതെല്ലാം ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, പിന്നെ തിരിച്ചു കൊണ്ടുപോകണം. അതാണ് ഏറ്റവും വലിയ മടി എന്ന് പറയുന്നത് എനിക്ക് കേട്ടോ. കുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് ഏറ്റവും കുറയുന്നതിൻ്റെ കാരണം നമുക്ക് കിച്ചണിൽ എല്ലാ സാധനങ്ങളും സ്റ്റഫ് ചെയ്ത് വെക്കാനുള്ള ഇടയില്ല. കാരണം നമ്മൾ എല്ലാ റൂമിലും ആളുണ്ട്, ഓരോരുത്തർക്കും കബോർഡുകളുണ്ട്, അപ്പോൾ എല്ലാ സാധനങ്ങളും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭൂരിഭാഗം സാധനങ്ങൾ മുഴുവൻ നമ്മുടെ റൂമിലൂടെയാണ് ഇരിക്കുന്നത്. അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മടിയുള്ള കാര്യം. ഞാൻ കുക്ക് ചെയ്യുന്നത് പലതും ഒഴിവാക്കി വിടുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ സഹിയായിട്ട് ചെയ്യുമെന്ന് പറയുന്നത് പുലി എന്തായിരുന്നു, വിശന്ന പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ തോന്നൽ ഉണ്ടാക്കും കേട്ടോ. ചെറിയ ബ്ലെൻഡറിൽ അരയ്ക്കാൻ നോക്കി, ചമ്മന്തി നടന്നില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊട്ടുകടലേക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ വലിയ ബ്ലെൻഡറിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3-5 മത്തി എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. കാരണം കറി വെച്ചാൽ ദോശൻ്റെ കൂടെ എനിക്കറിയില്ല റെഡിയാവുമോ എന്നുള്ളത്. കാരണം നമ്മൾ നോർമൽ ദോശയല്ലല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ വറക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സാരമില്ല, മത്തി കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ വൃത്തിയാക്കി. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയിരിക്കുന്നു. എൻ്റെ ദൈവം ഇവിടെ ഇടിയും വെട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മിന്നലുണ്ട്. ഓക്കെ, എന്തായാലും കണ്ടിന്യൂ. സോ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ദോശ ചൂടാണ് കേട്ടോ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ദോശ എങ്ങനെ വരും എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദോശ ട്രൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇടി വെട്ടുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം ഈ ദോശ എനിക്ക് ആദ്യത്തെ ഇങ്ങനെ പരത്തി നിന്നപ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം എന്നൊക്കെ പറയില്ലേ. കാരണം ഒരു ദോശേൻ്റെ അതേ ടെക്സ്ചറിൽ ദോശ വന്നു, നല്ല പരത്തി വന്നപ്പോൾ കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ കുറച്ച് ബട്ടറും കൂടെ അതിന് മേലിൽ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ മീൻ വറക്കണത്. ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പക്ഷേങ്കിൽ സ്മെല്ലുണ്ടെങ്കിലും അതിനൊന്നും നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് മുരിച്ചിങ്ങെടുത്തു. മത്തിക്കൂട്ടം തയ്യാറാക്കണു. അപ്പോൾ ഇനി ടേസ്റ്റിംഗ് ടൈം. ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഉള്ള മത്തിയായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും ടേസ്റ്റിൽ ഞാനൊരു മീൻ കഴിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ സാൽമൺ ഫിഷാണ് കിട്ടാറ്. അപ്പോൾ എന്താണ് ലിഡിലിൽ നിന്ന് ഇത്രയും ടേസ്റ്റിലൊരു മത്തി വാങ്ങിക്കാൻ പറ്റി കേട്ടോ. എന്തായാലും നല്ലൊരു ഡിന്നറായിരുന്നു. പിന്നെ ദോശ അധികം തണുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഹാർഡാവും കേട്ടോ. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്താ ഇങ്ങനെ എടുത്തു പറയുന്നത് വെച്ചാൽ പല ഭക്ഷണങ്ങളും നമ്മളിവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നാട്ടിൽ കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാറില്ല. എന്താ വെള്ളത്തിൻ്റെ ആണോ പാത്രത്തിൻ്റെ ആണോ പിന്നെ കരടുപ്പിലൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ ആയിരിക്കാം. പക്ഷെ ചില ഭക്ഷണങ്ങൾ ബൈ ചാൻസിൽ ലക്ലി നമുക്കിങ്ങനെ ടേസ്റ്റ് തോന്നും കേട്ടോ. ഇപ്പോൾ കുറേ നാളോടി കഴിച്ചുകൊണ്ടാണെന്നറിയില്ല, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇപ്പം ജർമ്മനിലൊക്കെ ഉള്ളവർ മത്തിയൊക്കെ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ലിഡിലിൽ പോയി നോക്കിയാൽ ചിലപ്പം ഈ സമയം ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് പോയി നോക്കിക്കോ, എന്ത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു ഹായ് എങ്കിലും കമൻറ്റ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഔ വീഡിയോ സൈൻ ചിയേഴ്സ്.